അഖിൽ ശ്യാമ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ശ്യാമ ബീച്ചിലോട്ട് ശ്രീകുട്ടിയെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ്. ഇതേ സമയം സമ്മതം ചോദിക്കുന്നുണ്ട്. നാളെ അപ്പുവിൻ്റെ ഓപ്പറേഷനാണ്, അപ്പോൾ ശ്രീകുട്ടിയെ ഒന്ന് എൻ്റെ കൂടെ വിടണം, അപ്പുവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതെന്ന് പറയാണ്. എന്നാൽ ഐശ്വര്യ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല, ശ്രീകുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അമ്മയ്ക്കറിയാലോ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൾ ചെയ്തിട്ടുള്ളതെന്ന്. അതൊക്കെ മറന്നിപ്പോൾ ശ്രീകുട്ടി അവളെ കൂടെ പറഞ്ഞു വിടണമെന്നാണോ അമ്മ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട് അപ്പോൾ നീയല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് എനിക്കറിയാം അമ്മയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക എന്ന്, എന്നാലും ഞങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അങ്ങ് മറക്കാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട് അതൊക്കെ പഴയ കാര്യങ്ങളാണ്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അപ്പുവിന് നാളെ ഓപ്പറേഷനാണ്, അതുകൊണ്ട് എന്തായാലും ശ്രീകുട്ടിയെ വിടണം എന്ന് പറയാണ്. ശ്രീകുട്ടിയും പറയുന്നുണ്ട് അച്ഛമ്മേ പ്ലീസ് അച്ഛമ്മേ ഞാനൊന്ന് പോട്ടെ ശ്യാമേച്ചിയുടെ കൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ പറയാണ് അതിപ്പോൾ എന്നോട് ചെയ്ത കാര്യമൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല, അതിനിപ്പോൾ ആ കുട്ടി എന്താ പഴച്ചത്, ആ കുട്ടിക്ക് നാളെ ഓപ്പറേഷൻ അല്ലേ, എന്തായാലും മനസാക്ഷിയില്ല ആരും ഇങ്ങനൊരു തീരുമാനം തന്നെ എടുക്കുള്ളൂ, ശ്രീകുട്ടി പൊക്കോ എന്ന് പറഞ്ഞ് പോവാണ്. അമ്മ ഇത് എന്ത് പണിയാണ് ചെയ്യുന്നത്, ഈ സമയത്തല്ലേ ഇവളെടുത്ത് പ്രതികാരം വീട്ടാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസുന്ധരാമ്മ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ, നിനക്കൊരു മനസ്സില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വസുന്ധരാമ്മ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഐശ്വര്യ മനസ്സിൽ പറയുന്നുണ്ട് ഓ ഞാനിപ്പോൾ അവളെടുത്ത് പ്രതികാരം വീട്ടാനുള്ള കാര്യമല്ലേ പറഞ്ഞത്, അവളിപ്പോൾ പണം പ്രശസ്തിയൊക്കെ ആയപ്പോൾ അവളെ ഭാഗത്തായല്ലേ അമ്മ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട് വൈകിട്ട് ഞാൻ ശ്രീകുട്ടിയെ വിളിക്കാൻ ഇതിനെ വരാം, അതേപോലെ ഇവിടെ തന്നെ ഇറക്കി വിടുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമയും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോയി. അതിനുശേഷം പിന്നീട് അമൃതയും ആദിയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമൃത ആദിയോട് പറയുന്നുണ്ട് നമുക്കും ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പേഴ്സണലാണ്, നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറ നീ എന്താന്ന് പറ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ഐശ്വര്യയുടെയും അരുണിൻ്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഓഫീസിൽ പുതിയൊരു സ്റ്റാഫ് കൂടെ വന്നിട്ടുണ്ട്, അക്കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. അപ്പോൾ എനിക്കൊരു സംശയം കൂടെയുണ്ട്, ഓഫീസിൽ ജാസ്മിൻ എന്ന പേരുള്ള ആ ഒരു പെൺകുട്ടി അശ്വതിയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ബീച്ചിലോട്ട് ശ്രീകുട്ടി പോകുന്നുണ്ടെങ്കിൽ അവിടോട്ട് അശ്വതി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് അമൃത പറയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ആദ്യം പറയുന്നുണ്ട് ഇന്ന് നമ്മൾ എന്തായാലും ബീച്ചിലോട്ട് പോയിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വിസ്മയെയാണ് കാണിക്കുന്നത്. മാനസിക നില തകരാറിലായിട്ടാണ് വിസ്മയ നിൽക്കുന്നത്. അതുപോലെ കുറേയൊക്കെ തൊട്ട് മുടിയൊക്കെ പിന്നി ഒരു ഭ്രാന്തിയെ പോലെ കൃഷ്ണവിഗ്രഹം പൂജിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ശ്യാമയാണ്, കൃഷ്ണൻ എനിക്ക് കോമ്പറ്റീഷനിൽ ജയിപ്പിച്ചു തന്നു, 75 ലക്ഷം രൂപ തന്നു, എന്തൊക്കെ എനിക്ക് തന്നു, ഇനി ഞാൻ എന്നും കൃഷ്ണൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ പിച്ചിയും വഴിയും പറയുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് ഐശ്വര്യയും അരുന്ധതിയും വരുന്നുണ്ട്. അങ്ങനെ അരുന്ധതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ അവസ്ഥ കണ്ടില്ലേ, ഇപ്പം അതും ഇതൊക്കെ പറയുന്നത്, ഇന്നത്തെ ദിവസം ഒരു പച്ച വെള്ളം അവൾ കുടിച്ചിട്ടില്ല, ഞാൻ ചോദിക്കുന്നതിനൊന്നും ഒരു മറുപടി ഒന്നും തരുന്നില്ല, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഐശ്വര്യ പറയുന്നുണ്ട് ഇത്രയ്ക്കും സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ മോൾക്ക് ഭ്രാന്തൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അരുന്ധതി. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് അന്ന് കൃഷ്ണവിഗ്രഹം മോഷ്ടിക്കാൻ സഹായിച്ചത് നീയും അതേപോലെ വിസ്മയം കൂടിയിട്ടാണ്, അതിൻ്റെ കോപം എങ്ങാനും ആവുമോ ഈ ഒരു വിസ്മയ്ക്ക് ഇപ്പോൾ വന്ന അവസ്ഥയ്ക്ക് കാരണമെന്ന് അരുന്ധതി പറയാണ്. ഐശ്വര്യ നീയും സൂക്ഷിച്ചോ, നിനക്കും ഇതേ അനുഭവം തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അയ്യോ അതൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊന്നും ആയിരിക്കില്ല എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. അല്ല നീ സൂക്ഷിച്ചോ, നിനക്കാണ് ഇനി അടുത്തത് എന്ന് പറയാണ്. അങ്ങനെ വിസ്മയ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നീ എനിക്ക് 75 ലക്ഷം രൂപ തന്നു, എല്ലാ സൗഭാഗ്യങ്ങളും തന്നു, ഞാൻ നിനക്ക് 100 പവൻ്റെ തിരുവാഭരണം സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ നേർച്ചയൊക്കെ നേരെയാണ്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് മോളെ നമുക്ക് താങ്ങാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ നീ പ്രാർത്ഥിക്ക്, അത് ഇതൊന്നും പ്രാർത്ഥിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യയും പറയുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ തന്നെ നമുക്ക് കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബീച്ചിലാണ്. ശ്രീകുട്ടിയൊക്കെ കളിക്കുന്നുണ്ട്. ഇതേ സമയം അപ്പു കളിക്കുന്നൊന്നുമില്ല, ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പുവിനെ വിളിക്കാൻ ശ്രീകുട്ടി വരികയാണ്. അങ്ങനെ ശ്രീകുട്ടിയോട് ശ്യാമ പറയുന്നുണ്ട് അയ്യോ മോളെ അപ്പു ഇപ്പോൾ കളിക്കുന്നൊന്നുമില്ല, നീ പോയി കളിച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് അശ്വതിയും അതേപോലെ അഖിലും ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അഖിൽ പറയുന്നുണ്ട് എന്നാൽ വരൂ അപ്പു നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അപ്പുവിനെ അവിടെ കൊടുന്ന് ഇരുത്തുകയാണ്. അങ്ങനെ ശ്യാമ മാറി നിന്ന് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്.
എന്നാൽ അശ്വതി വന്ന് പറയുന്നുണ്ട്, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലോ, അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്, നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നമ്മുടെ ശ്യാമയെ. അങ്ങനെ ശ്യാമ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അശ്വതിയാണോ ജാസ്മിൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമൃതയും ആദ്യയും അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് മനസ്സിലാവാണ് അശ്വതി തന്നെയാണെന്നുള്ളത്. അങ്ങനെ അശ്വതിനെ കണ്ടിട്ട് ദേഷ്യം വന്ന് ആദ്യം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അമൃത പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ആദി വിളിക്കുന്നുണ്ട് അമ്മയെ. അപ്പോൾ ആദ്യേട്ടൻ ഇപ്പോൾ ആരെ വിളിക്കുന്നത്, അമ്മയാണെന്ന് പറയണം, അമ്മയോട് എല്ലാ സത്യങ്ങളും പറയണം എന്ന് പറയാണ്. അയ്യോ ആദ്യേട്ടാ ഇപ്പം വിളിക്കല്ലേ, ഞാൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശ്യാമയെയും അഖിലിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല, അരുണും അശ്വതിയും ചെറിയ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ പിരിഞ്ഞു പോയതാണ്. ഇപ്പം നമ്മൾ അമ്മയോടൊക്കെ പറഞ്ഞ് എല്ലാവരും അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പോലീസിൻ്റെ പിടിയിലാവും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ശ്രീകുട്ടിക്ക് അത് താങ്ങാൻ സാധിക്കില്ല. നമ്മൾ ശ്രീകുട്ടിയുടെ കാര്യം കൂടെ നോക്കണ്ടേ, അവൾക്കത് താങ്ങാൻ സാധിക്കുമോ ആദ്യേട്ടാ? അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് നാളത്തെ അപ്പുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ശ്യാമയോടും അഖിലിനോടും സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെയല്ലേ നല്ലത് ആദ്യേട്ടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അശ്വതിനെ ഓഫീസിൽ ഇനി ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് ആദ്യം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ അപ്പു പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം എൻ്റെ എല്ലാ ആഗ്രഹവും ദൈവം സാധിച്ചു തന്നു. ചേച്ചി കോമ്പറ്റീഷനിൽ വിൻ ചെയ്തു, അതുമാത്രമല്ല ഇന്ന് എല്ലാവരും കൂടെ ഞാൻ സന്തോഷിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ചേച്ചി. ഇനി ഞാൻ മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. അയ്യോ അപ്പു അങ്ങനെയൊന്നും പറയല്ല അപ്പു എന്ന് പറഞ്ഞ് ശ്യാമ കരയുന്നുണ്ട്. ശ്യാമ മാത്രമല്ല എല്ലാവരും അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പു മോനെ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ, ചേച്ചിക്ക് വിഷമാവും മോനെ. അതുമാത്രമല്ല ചേച്ചി പറഞ്ഞു തന്നിട്ടില്ലേ, ദൈവം നമ്മളെ കൂടെ തന്നെയുണ്ട്, കണ്ണൻ നമ്മളെ കൂടെ തന്നെയുണ്ട്, ഒരു കുഴപ്പവും വരില്ല. ചേച്ചി എന്താ പറഞ്ഞിട്ടുള്ളത്, കണ്ണൻ നമ്മളെ ഹൃദയത്തിലാണുള്ളത്, അപ്പോൾ മോനൊട്ടും വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്യാമ. അങ്ങനെ ശ്യാമ പറയുന്നുണ്ട്, നാളെ മോന് നേരത്തെ എണീക്കേണ്ടതാണ്, അതുകൊണ്ട് മോനിപ്പോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അപ്പുവിനെ പുതപ്പിച്ച് കിടത്തുകയാണ്. അങ്ങനെ അപ്പൂൻ്റെ അച്ഛൻ കരയുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരാ ഒരു ധൈര്യം തരാനുള്ളത്, അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൃഷ്ണൻ നമ്മളെ കൂടെ തന്നെയുണ്ട്, ഒരു കുഴപ്പവും വരില്ല, നല്ല പോലെ ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ എന്തായാലും നല്ലത് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഓപ്പറേഷൻ ദിവസം രാവിലെയാണ്. രാവിലെ അപ്പു ഓപ്പറേഷൻ ഡ്രസ്സൊക്കെ ധരിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുമ്പോൾ പറയുന്നുണ്ട്, അപ്പു കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പു പറയുന്നുണ്ട്, ഡോക്ടർ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്നോട് എൻ്റെ അച്ഛനും ചേച്ചിയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്നാണ്. ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എൻ്റെ ഹൃദയം തുറന്നിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, മോൻ എന്തിനാ പേടിക്കുന്നത്, ചെറിയൊരു ഇഞ്ചക്ഷൻ വയ്ക്കും, പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ മോനൊന്നും അറിയില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല, അതൊന്നും എനിക്ക് പേടിയില്ല ഡോക്ടറെ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതിയെന്ന് പറയണം. എന്നാൽ മോൻ ചോദിക്കുക എന്ന് പറയാണ് ഡോക്ടർ. അപ്പോൾ ഹൃദയം തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവം കാണുമല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ രൂപം ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, എനിക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് ഡോക്ടർ ദൈവത്തിൻ്റെ രൂപം പറഞ്ഞു തരണേ എന്ന് പറയാണ്. ആയിക്കോട്ടെ മോനെ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ അപ്പുവിൻ്റെ ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ, സീ യു.